ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. ഗതാഗത വകുപ്പിന്റെ 2024 സർക്കുലർ പിൻവലിക്കുക, ഡ്രൈവിംഗ് സ്കൂളുകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മൂവാറ്റുപുഴ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ഗതാഗത വകുപ്പിന്റെ 2024 വിചിത്ര സർക്കുലർ പിൻവലിക്കുക, ഡ്രൈവിംഗ് സ്കൂളുകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പെരിങ്ങഴിയിൽ പ്രവർത്തിക്കുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം നടത്തിയത്. ഭരണം അട്ടിമറിക്കാനല്ല, ജീവിക്കാനാണ് ഈ സമരം. പ്രതിഷേധം 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 ഡ്രൈവിംഗ് സ്കൂളിൽ പ്രതിഷേധം. മൂവാറ്റുപുഴ RTO ഓഫീസിന് കീഴിൽ 53 ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഉള്ളത്. 45ഓളം ആളുകളാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഹാജരാകുവാനുണ്ടായിരുന്നത്. എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളുടെ സംയുക്ത പ്രതിഷേധത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാറുമാർ വന്നിരുന്നു. പക്ഷേ അവർക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് അതിനുള്ള സജ്ജമായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അവർക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് അവർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തിരികെ പോയി. വലിയ പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉയർത്തുന്നത്. മൂവാറ്റുപുഴ RTO ഓഫീസിൻ്റെ കീഴിൽ 57 ഡ്രൈവിംഗ് സ്കൂളുകളാണുള്ളത്. ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പെരുമ്പല്ലൂർ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയിരിക്കുന്നത് 47 ഡ്രൈവിംഗ് കുട്ടികളും അതിൻ്റെ ആശാന്മാരും അതിൻ്റെ പരിശീലകരുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ടെസ്റ്റിന് വന്ന് സാറുമാർ ടെസ്റ്റിന് വന്ന് അവരുടെ സർക്കുലർ അനുസരിച്ച് നടത്താനുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഇല്ല, പഴയ സർക്കുലർ വച്ച് നടത്താൻ അനുവാദമില്ല എന്ന് പറഞ്ഞ് സാറുമാർ തിരിച്ചു പോയതാണുള്ളത്. പുതിയ രീതിക്കുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, പരിശീലന ഗ്രൗണ്ട് ഉണ്ടാക്കി ഞങ്ങൾക്ക് ട്രെയിനിങ്ങും തന്നതിന് ശേഷം നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാത്ത വർഷം സമരം തുടർന്ന് ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ച് അതിൻ്റെ സമര രീതികൾ മുന്നോട്ട് പോകുന്നതാണ്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്ന നിയമം പിൻവലിക്കുക, പുതിയ ഡ്രൈവിംഗ് സംവിധാനത്തിനായുള്ള നടപടികൾ സ്വീകരിച്ചതിനു ശേഷം നിയമം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉന്നയിക്കുന്നത്. വളരെയധികം കുടുംബങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വരുമാനം ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അതിന് ബ്രേക്കായി. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ചില നമുക്കൊരു ചേഞ്ച് വരുത്തിക്കുമ്പോൾ നേരത്തെ നമ്മളോടത് പറയണം, ചേഞ്ച് ഉണ്ട്, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഗ്രൗണ്ട് സജ്ജീകരിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയെന്ന് പറയണത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് മെയ് 1 തുടങ്ങിയത് മാറ്റാൻ പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ഒരു പട്ടിണിയിലേക്ക് മാറും എന്നാണ് എനിക്ക് ഇതിൽ അഭിപ്രായപ്പെടാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നിരുത്സാഹപരമായ ഒരു സമീപനം മാറ്റി ഞങ്ങളെല്ലാവരെയും ഒരു ജസ്റ്റ് ഒന്ന് അത്താഴപ്പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഞങ്ങളൊന്ന് പുരോഗമിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതേസമയം കിലോമീറ്റർ അകലെ നിന്നുവരെ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരും പ്രതിഷേധം അറിയിച്ചു. ഇനിയും കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ടെസ്റ്റിനെത്തിയവർ പറഞ്ഞു. ഞാനിവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഏകദേശം മാർച്ച് മാസം ആണ് ഇതിൻ്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്തായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. സർക്കുലർ മാറി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് കഴിഞ്ഞിട്ട് മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് അതിരാവിലെ വന്നാണ് ഞാനിവിടെ. വന്നിട്ട് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ് ഇന്ന് ടെസ്റ്റ് ഇല്ലയെന്ന്. സാറുമാർ വന്നിട്ട് ഇന്ന് നടത്താത്തതുകൊണ്ട് അവർ പോയി. ഇത് സർക്കാർ ഇടപെടാത്തതിനാലും പിന്നെ ഞങ്ങളോട് വേറെ എന്താ പറയുക അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇന്ന് വന്നിട്ട് നടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ഇതാണ്. വിചിത്രമായ സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരം തുടരാൻ തന്നെയാണ് മൂവാറ്റുപുഴ യൂണിറ്റിന്റെ തീരുമാനം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.